നമ്മുടെ വെയിറ്റ് ലോസ് സീരീസിലെ ഡേ 1 ഞാൻ പറഞ്ഞു കലോറി കണക്ക് ഒരു പാതി നുണയാണ് എന്ന്. ഇന്ന് ഞാൻ പറയുകയാണ് കലോറി കണക്ക് വേണമെന്ന്. ഞാൻ കള്ളം പറഞ്ഞില്ല, രണ്ടും ശരിയാണ്. വിശദീകരണം ഞാൻ തരാം. കലോറി കുറവില്ലാതെ വണ്ണം കുറയില്ല. ഇത് ഒരു ഭൗതിക ശാസ്ത്രമാണ്. ആർക്കും അത് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഹോർമോൺ തീരുമാനിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നിങ്ങൾക്ക് ആ കുറവ് പാലിക്കാൻ പറ്റുമോ. രണ്ടാമത്തത്, കുറക്കുന്നത് കൊഴുപ്പാണോ അതോ പേശിയാണോ. അതായത് കലോറി ഈക്വൽ ടു എത്ര കുറയും, ഹോർമോൺ ഈക്വൽ ടു എങ്ങനെ കുറയും. സയൻസ് ഞാൻ പറഞ്ഞു തരാം. ശരിയായ കണക്ക് എന്ന് പറഞ്ഞത്, ദിവസവും 500 കലോറി കുറവ് വരുത്തുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 1/2 കിലോഗ്രാം ഭാരം കുറയും. അതാണ് നമ്മളുടെ ലക്ഷ്യം. എന്താണ് ഭാരം കുറയ്ക്കേണ്ട പരിധി? ആഴ്ചയിൽ ശരീരഭാരത്തിന്റെ 0.5% to 1% മാത്രം. അതായത് 80 കിലോ ഉള്ള ഒരാൾക്ക് ആഴ്ചയിൽ 0.8 kg മാത്രമേ കുറക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൂട്ടിയാൽ നമ്മളുടെ പേശികൾ നഷ്ടപ്പെട്ടു പോകും. അതായത് ഒരിക്കലും BMRന് താഴേക്ക് നമ്മൾ ഭക്ഷണം കലോറി കുറക്കരുത്. അതായത് സാധാരണയായി പുരുഷന് 1500 കലോറിക്ക് താഴെ, സ്ത്രീക്ക് അത് 1200 കലോറിക്ക് താഴെ പാടില്ല. അത് ചെയ്താൽ നമ്മൾ ഡേ 7 പഠിച്ച ആ ഒരു ദുരന്തം ഉണ്ടാവുമല്ലോ, അത് നമുക്കും വരും. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അണ്ടർ റിപ്പോർട്ടിംഗ് ആണ്. 1992 നമ്മളെ NEJM ഒരു പഠനം നടന്നു. ഞാൻ 1200 കലോറി മാത്രമേ കഴിക്കൂ, എന്നിട്ടും എൻ്റെ ഭാരം കുറയുന്നില്ല എന്ന് പറഞ്ഞവരെ പറ്റിയിട്ടൊരു പഠനം നടന്നു. അവരെ കൃത്യമായിട്ട് അളന്നു. പഠനത്തിന്റെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. അവരെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ യഥാർത്ഥത്തിൽ കഴിക്കുന്നത് 2000 കലോറിക്ക് മുകളിലായിരുന്നു. അവർ കള്ളം പറഞ്ഞതൊന്നുമില്ല, അവർക്ക് ശരിക്കും അറിയില്ലായിരുന്നു അവർ 1200ന്റെ മുകളിലേക്ക് പോകുന്നുണ്ട് എന്ന്. നിങ്ങളുടെ കലോറി ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. അതിൽ മെഷർ ചെയ്യുക. വെറും 2 ആഴ്ച നിങ്ങൾ ഇരുന്ന് ശ്രമിച്ചാൽ മതി. അപ്പോഴേക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ മറന്നു പോകുന്ന കലോറികൾ ഏതൊക്കെയെന്ന് അറിയോ? ചായയിലെ പഞ്ചസാര 2 ടീസ്പൂണ് എന്ന് പറഞ്ഞത് 40 കലോറി. പാചക എണ്ണ 1 ടീസ്പൂണ് 120 കലോറി. ഒരു കഷ്ണം മാത്രം കഴിച്ച കേക്ക് കുട്ടിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്തത്. ഇതൊക്കെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കലോറി കൂട്ടുന്നുണ്ട്. ഇവിടുത്തെ ഡോക്ടർ അങ്കിളുടെ ലൈൻ എന്ത് പറഞ്ഞാൽ, കലോറി ഡെയിലി എണ്ണണം എന്നല്ല, കലോറി അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കലോറി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണേണ്ട ആവശ്യമില്ല. അപ്പൊ കലോറി കണക്കിന്റെ ശരിയായ രീതി നിങ്ങൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് 90% ആളുകളും തോൽക്കുന്ന ഒരു ഘട്ടമാണ്. 5 കിലോ കുറച്ചു, പിന്നെ 2 മാസം 1 ഗ്രാം പോലും അനങ്ങുന്നില്ല. അതെന്താണ്? അതിന്റെ സയൻസ് നമുക്ക് നാളെ കാണാം. See you, bye bye.